അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി വഖഫ വസ്സലാമുൻ അലാ ഇബാദിഹില്ലദീന ഇസ്തഫ അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാന ആദരവുകൾ നിറഞ്ഞ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ, അൽഹംദുലില്ലാഹ്, പരിശുദ്ധമാക്കപ്പെട്ട ബദർ ദിനമാണ് ഇന്ന്, 17ാമത്തെ റമളാനിൻ്റെ ദിവസം. അൽഹംദുലില്ലാഹ്, ഓരോ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയാതെ തന്നെ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതയും മഹത്വങ്ങളൊക്കെ അറിയാം. ബദരീങ്ങളുടെ ചരിത്രങ്ങളും ബദരീങ്ങളുടെ ആ പോരാട്ടങ്ങളും ആ ബദറിൻ്റെ രണാങ്കണത്തിൽ അൽഹംദുലില്ലാഹ് ഷഹീദായ ബദരീങ്ങളുടെ ചരിത്രങ്ങളൊക്കെ ഞാനും നിങ്ങളുമൊക്കെ അറിയാവുന്നതാണ്. അതിനെപ്പറ്റി ഞാൻ കൂടുതൽ പറയുന്നില്ലെങ്കിലും ആ ബദരീങ്ങളുടെ മഹത്വത്തിൻ്റെ, ആ ബദരീങ്ങളുടെ പൊരുത്തം കിട്ടുവാൻ വേണ്ടി രണ്ട് കാര്യങ്ങൾ മാത്രം ഇൻഷാ അള്ളാഹ് പറഞ്ഞ് ആ ബദർ ദിനത്തിൻ്റെ മഹത്വത്തിൻ്റെ ആ ഒരു പ്രാധാന്യം പറഞ്ഞിട്ട് ഇൻഷാ അള്ളാഹ് ആ ബദർ മൗലിദിൻ്റെ അവസാനത്തെ വരികൾ മാത്രം ചൊല്ലി ഇൻഷാ അള്ളാഹ് നമുക്ക് പിരിയാം. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ, അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ബദരീങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാണ്? നമുക്കറിയാം, ഒരാൾ വന്നുകൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിൽ ഒരിക്കലും യുദ്ധത്തിന് പ്രോത്സാഹിപ്പിക്കുന്നില്ല. അത് ആദ്യം തന്നെ ഞാൻ നിങ്ങൾ മനസ്സിലാക്കണം. പല ആളുകളും ബദരീങ്ങളുടെ ചരിത്രം എടുത്തിട്ട് പല യുക്തിവാദികളും പറയുകയുണ്ടാകുന്നുണ്ട്, ഇസ്ലാമിൽ യുദ്ധത്തെ ആഹ്വാനം ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇസ്ലാമിൽ മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ വേണ്ടി ചുമ്മാ കൽപ്പിക്കുന്നുണ്ടെന്ന് പല ആളുകളും പറയാറുണ്ട്. ഒരിക്കലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിൽ അങ്ങനെ ഒരു കാര്യം കൊണ്ടുവന്നിട്ടില്ല. കാരണം പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരിക്കലും ഒരാളെയും കൊല്ലണമെന്നോ ആക്രമിക്കണമെന്നോ തകർക്കണമെന്നോ അസൂയ വെക്കാൻ പോലും പാടില്ല എന്ന് പഠിപ്പിച്ച മതമാണ് പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാം എന്ന് പറയുന്നത്. ഈ പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിൽ വ്യക്തമായി പറയുന്നുണ്ട്, ഇസ്ലാം എന്ന് പറഞ്ഞാൽ സ്നേഹത്തിൻ്റെ മതമാണ്, ഇസ്ലാം എന്ന് പറഞ്ഞാൽ സാഹോദര്യത്തിൻ്റെ മതമാണ്, ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഐക്യത്തിൻ്റെ മതമാണ്, ഇസ്ലാം എന്ന് പറഞ്ഞാൽ സന്തോഷത്തിൻ്റെ മതമാണ്. ഈ പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിൽ ബദർ യുദ്ധം നടക്കാനുള്ള കാരണം തന്നെ മുസ്ലിമീങ്ങളെ ആക്രമിക്കാൻ തുടങ്ങിയപ്പോൾ, മുസ്ലിമീങ്ങളെ ഉപദ്രവിക്കാൻ തുടങ്ങിയപ്പോൾ, അങ്ങനെയാണ് എൻ്റെ പ്രിയപ്പെട്ടവർ ഇസ്ലാമിലെ ആദ്യത്തെ യുദ്ധമാകുന്ന ബദർ യുദ്ധത്തിൻ്റെ രണാങ്കണത്തിലേക്ക് ഇസ്ലാമിൻ്റെ വിശ്വാസികൾ എൻ്റെ പ്രിയപ്പെട്ടവരെ കടന്നു വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്. ഈ പരിശുദ്ധമാക്കപ്പെട്ട ബദരീങ്ങളുടെ പൊരുത്തവും മഹത്വവും അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ പറയുന്നത്, എന്തെങ്കിലും സങ്കടങ്ങളും വേദനകളും നൊമ്പരങ്ങളും ഉള്ളവരാണെങ്കിൽ ആ ബദരീങ്ങളുടെ തവസ്സിലാക്കിയിട്ട് ഇൻഷാ അള്ളാഹ് നിങ്ങളേവരും പൊട്ടിക്കരഞ്ഞിട്ട് പടച്ചവന്റെ ദർബാറിലേക്ക് ദുആ ചെയ്യണം. റബ്ബേ, ഈ ബദരീങ്ങളുടെ പൊരുത്തം കൊണ്ട്, ഈ ബദരീങ്ങളുടെ മഹത്വം കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിന്റെ പാപങ്ങൾ നീ പുറത്തു താ റബ്ബേ. അള്ളാഹു ഞങ്ങൾ ചെയ്തു കൂട്ടിയ തെറ്റുകൾ നീ പുറത്തു താ റബ്ബേ. അള്ളാഹു ഞങ്ങളുടെ കടങ്ങൾ വീട്ടിത്താ റബ്ബേ. അള്ളാഹു ഞങ്ങളുടെ ബിസിനസ്സിൽ ഈ ബദരീങ്ങളുടെ അള്ളാഹുയെ പൊരുത്തം കൊണ്ട് ഞങ്ങളുടെ ബിസിനസ്സിൽ നീ ബറക്കത്ത് തരണ റബ്ബേ എന്ന് പറഞ്ഞിട്ട് നാം ഇവരും പൊട്ടിക്കരഞ്ഞുകൊണ്ട് പടച്ചവനോട് ദുആ ചെയ്യണം. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ, അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ട ഉമർ തങ്ങൾ വന്നിട്ട് ഒരിക്കൽ അള്ളാഹുവിൻ്റെ റസൂലിനോട് ബഹുമാനപ്പെട്ട ഹാത്തിബ് തങ്ങളുടെ ആ ഒരു പരാതി വന്നിട്ട് റസൂലുള്ളാഹിയോട് പറയുന്നുണ്ട്, നബിയെ, ഹാത്തിബ് എന്ന് പറയുന്ന ആ വ്യക്തി ശത്രുക്കളോട് നമ്മുടെ രഹസ്യങ്ങൾ ചോർത്തി കൊടുത്തല്ലോ, ആ ഹാത്തിബിന്റെ തല നമുക്ക് അറുക്കണമെന്ന് പറയുമ്പോൾ ആദരവാകുന്ന പ്രവാചകൻ പറയുന്നുണ്ട്, ഉമർ, ഉമറെ നിനക്കെന്തറിയാ ഉമറെ? കാരണം അള്ളാഹു പടച്ച തമ്പുരാൻ പറയുന്നുണ്ട്, ബദറിൽ പങ്കെടുത്തവന്റെ പാപങ്ങളെല്ലാം അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ ബദറിൽ പങ്കെടുത്തവരുടെ പാപങ്ങളെല്ലാം അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന. അത്രത്തോളം പാപ സുരക്ഷിതരാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ബദരീങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, വ്യക്തമായി തന്നെയാണ് പറഞ്ഞത്, ആ ബദരീങ്ങളെ പേര് പറഞ്ഞുകൊണ്ട് ആ ബദരീങ്ങളെ തവസ്സിലാക്കിയിട്ട് ഇൻഷാ അള്ളാഹ് നാം ഏവരും പൊട്ടിക്കരഞ്ഞുകൊണ്ട് പടച്ചവനോട് ദുആ ചെയ്താൽ തീർച്ചയായിട്ടും അള്ളാഹു നമ്മുടെ പാപങ്ങളും നമ്മുടെ സങ്കടങ്ങളും എല്ലാം അള്ളാഹു മാറ്റി നൽകുന്നതാണ്. ആ ബദർ ദിനത്തിന്റെ മഹത്വം എന്താണെന്ന് മനസ്സിലാക്കാൻ ബഹുമാനപ്പെട്ട അനസ് ബിൻ നളർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു മനോഹരമാകുന്ന സംഭവം ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഒരു ബറക്കത്തിന് വേണ്ടി ഞാൻ പറയുകയാണ്. ബഹുമാനപ്പെട്ട അനസ് ബിൻ നളർ റളിയല്ലാഹു അൻഹു ചെറിയ കാരണങ്ങൾ കൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ബദറിന്റെ രണാങ്കണത്തിൽ പങ്കെടുക്കാൻ പറ്റിയില്ല. ബഹുമാനപ്പെട്ടവർ പറയുന്നുണ്ട്, അല്ലാഹ്, ഈ അനസ് ബിൻ നളർ എന്ന് പറയുന്ന പാവപ്പെട്ടവന് ബദർ യുദ്ധത്തിൽ പങ്കെടുക്കാൻ പറ്റിയില്ല റബ്ബേ. ഇനി ഇസ്ലാമിൽ ഒരു യുദ്ധം കടന്നു വന്നാൽ അതിൽ ഞാൻ ആരാണെന്ന് റബ്ബേ ഞാൻ അറിയിച്ചു നൽകും, എനിക്കതിനൊരു അവസരം നൽകണേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് അനസ് ബിൻ നളർ റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി. അതിനുശേഷം എൻ്റെ പ്രിയപ്പെട്ടവരെ ഉഹദ് യുദ്ധം കടന്നു വരികയുണ്ടായി.
അഹ്ദ് യുദ്ധത്തിൽ സഹാബാക്കളെ ആക്രമിക്കാൻ വേണ്ടി ശത്രുക്കളുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ആളുകൾ കടന്നു വന്നപ്പോൾ സഹാബത്ത് ഇങ്ങനെ എൻ്റെ പ്രിയപ്പെട്ടവർ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആ സഹാബത്ത് ഇങ്ങനെ ഓടുന്ന സമയത്ത് ബഹുമാനപ്പെട്ട അനസ് ബിൻ നദർ റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി, അള്ളാഹുവേ, ഞാൻ ഓടില്ല റബ്ബേ, ഏതൊക്കെ സഹാബിമാർ ഓടിയാലും ഞാൻ ഓടില്ല റബ്ബേ, എന്നെ അതിൽ നീ പെടുത്തല്ല റബ്ബേ, എനിക്ക് ഇസ്ലാമിന്റെ ധീര പോരാളിയായി ഷഹീദാകണം റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട അനസ് ബിൻ നദർ റളിയല്ലാഹു അൻഹു എൻ്റെ പ്രിയപ്പെട്ടവർ ഓടിയില്ല. അങ്ങനെ ബഹുമാനപ്പെട്ടവരിങ്ങനെ ഓടാതെ ശത്രുക്കളുടെ ഭാഗത്തേക്ക് ഓടുന്ന സമയത്ത് ബഹുമാനപ്പെട്ട സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഓടുന്ന സമയത്ത് സുബ്ഹാനല്ലാഹ്, ബഹുമാനപ്പെട്ട സഅദ് ബിൻ മുആദ് തങ്ങൾ ബഹുമാനപ്പെട്ട അനസ് ബിൻ നദർ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയുണ്ടായി, അനസേ, നീ എങ്ങോട്ടാണ് ഓടുന്നത്? ശത്രുക്കള് വളരെ ഭയാനകരമാകുന്ന രീതിയിൽ നമ്മളെ ആക്രമിക്കാൻ വേണ്ടി വരികയാണ്, നമുക്ക് തിരിച്ചോടണമെന്ന് പറയുമ്പോൾ ബഹുമാനപ്പെട്ട അനസ് ബിൻ നദർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒരിക്കലും സഅദ് ബിൻ മുആദേ, ഞാൻ ഓടില്ല, കാരണം ഞാൻ യുദ്ധത്തിന് വന്നതാണ്. അങ്ങനെ ശത്രുക്കളുടെ മുമ്പിലേക്ക് എൻ്റെ പ്രിയപ്പെട്ടവരെ ബഹുമാനപ്പെട്ട അനസ് ബിൻ നദർ റളിയല്ലാഹു അൻഹു കടന്നു ചെല്ലുകയും ആ ശത്രുക്കളുടെ വെട്ടേറ്റുകൊണ്ട് 80ഓളം മുറിവുകൾ ശരീരത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ ഏർപ്പെട്ടുകൊണ്ട് അനസ് ബിൻ നദർ റളിയല്ലാഹു അൻഹു എൻ്റെ പ്രിയപ്പെട്ടവരെ വിറ പറയുകയുണ്ടായി. ഞാൻ പറയുന്നത്, ആ അനസ് ബിൻ നദർ റളിയല്ലാഹു അൻഹു വന്നു പറഞ്ഞത്, അല്ലാഹുവേ, ആ ബദറിന്റെ രണാങ്കണത്തിൽ എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല, എനിക്ക് ഇനിയും ഒരു യുദ്ധത്തിൽ പങ്കെടുത്ത് ഷഹീദാകാൻ നീ സൗഭാഗ്യം തരണേ അല്ലാ. അപ്പൊ അത്രത്തോളം ബദറിന്റെ രണാങ്കണം എന്ന് പറയുന്നത് ഒരു വിശ്വാസിയും ആഗ്രഹിച്ചു, അള്ളാഹുവെ, അവിടെ പോരാടി ഷഹീദാകാൻ. ഞാൻ പറയുന്നത്, ആ ബദറിന്റെ രണാങ്കണത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ പങ്കെടുത്തവരാണ് മഹാന്മാരാകുന്ന ബദരീങ്ങൾ എന്ന് പറയുന്നത്. ഇൻഷാ അല്ലാഹ് ആ ബദരീങ്ങളുടെ ചരിത്രങ്ങൾ കൂടുതൽ ഞാൻ പറയുന്നില്ല, കാരണം നിങ്ങൾക്കൊക്കെ ആ ബദരീങ്ങളുടെ ചരിത്രവും ആ ബദരീങ്ങളുടെ ആ സംഭവങ്ങളൊക്കെ അറിയാവുന്നതാണ്. ഒരു ബറക്കത്തിന് വേണ്ടി ഇൻഷാ അല്ലാഹ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കുറച്ച് ബൈത്തുകൾ പാടി ഇൻഷാ അല്ലാഹ് നമുക്ക് ഇന്നത്തെ ഈ ബദർ ദിനം നമുക്ക് ഇൻഷാ അല്ലാഹ് ജീവസുറ്റതാക്കണം. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ, അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. എൻ്റെ ഈ ശബ്ദം ശ്രമിക്കുന്നവർ, എൻ്റെ ഈ ക്ലാസ് ശ്രമിക്കുന്നവർ, ഓൺലൈനിലെ ക്ലാസ് ശ്രമിക്കുന്നവർ തീർച്ചയായിട്ടും ആ ബദരീങ്ങളുടെ എൻ്റെ പ്രിയപ്പെട്ടവരെ ബൈത്തുകൾ പാടുമ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ആ മഹനീയമാകുന്ന ബൈത്തിനോടൊപ്പം നിങ്ങളുടെ ചുണ്ടുകൾ അനക്കണം, നിങ്ങൾ ചൊല്ലണം എന്ന് ആത്മാർത്ഥമായി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. സലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്, സലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്, തവസ്സൽനാ ബിബിസ്മില്ലാഹ് വബിൽ ഹാദി റസൂലില്ലാഹ് വകുല്ലി മുജാഹിദിൻ ലില്ലാഹ് ബിഅഹ്ലിൽ ബദ്രി യാ അല്ലാഹ്. ഇലാഹി സല്ലിമിൽ ഉമ്മ മിനൽ ആഫാതി വന്നികുമാ വമിൻ ഹമ്മിൻ വമിൻ ഉമ്മാ ബിഅഹ്ലിൽ ബദ്രി യാ അല്ലാഹ്. ഇലാഹി നജിനാ വക്ശിഫ് ജമീഅ അദിയതിൻ വസ്രിഫ് മകായിദൽ ഇദാ വൽ തൂഫ് ബിഅഹ്ലിൽ ബദ്രി യാ അല്ലാഹ്. إلهي نافس الكربا عن العاسين والعتبا وكل بلية ووبا بأهل البدر يا الله. وكم من حمية حصلت وكم من ذلة فصلت وكم من نعمة وصلات بأهل البدر يا الله. وكم أعنيت ذا العسر وكم أوليت ذا الفقر وكم عافيت ذا الوزر بأهل البدر يا الله. لقد ضاقت على القلب جميع الأرض مع رحبي فأنج من البلاء صعبي بأهل البدر يا الله. أطينا طالب الرفد وجل الخير والسعد فوسع منحة الأيدي بأهل البدر يا الله. فلا تردد مع الخيبة بل اجعلنا على الطيبة أيا ذا العز والهيبة
بأهل البدر يا الله وإن تردد فمناتي لنيل جميع حاجاتي أيا جان الملمات بأهل البدر يا الله إلهي عفر وأكرمنا بنيل مطالب منا ودفع مساءة عنا بأهل البدر يا الله إلهي أنت ذو لطف وذو فضل وذو عطف وكم من كروبة تنفي بأهل البدر يا الله وصل على النبي البندي بلا حد ولا حسر وآل سادة عري بأهل البدر يا الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എല്ലാവരും ആത്മാർത്ഥമായി ബദരീങ്ങളുടെ പേരിൽ ഇൻഷാ അല്ലാഹ് ഇന്ന് ബദർ ദിനമാണ്. ആ ബദരീങ്ങളെ തവസ്സിലാക്കി ഇൻഷാ അല്ലാഹ് ബദർ മൗലിദും റാത്തീബും ഒക്കെ ഇൻഷാ അല്ലാഹ് അവരുടെ ഹലറത്തിലേക്ക് ചൊല്ലണം. അല്ലാഹുവേ ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണേ റബ്ബേ. ഞങ്ങൾ ചൊല്ലിയ ബദർമാലയുടെ ബദർ മൗലിദിന്റെ കുറച്ച് വരികൾ ഞങ്ങൾ ചൊല്ലി റഹ്മാനെ, അതെല്ലാം നീ സ്വീകരിക്കണേ റഹ്മാനെ. ആ ബദരീങ്ങളുടെ കഥ ഞങ്ങൾ പറഞ്ഞു റബ്ബെ, ചരിത്രം പറഞ്ഞു റഹ്മാനെ. ആ ബദരീങ്ങളുടെ പൊരുത്തമുള്ള ജീവിതമാക്കി ഞങ്ങളുടെ ജീവിതത്തെ മാറ്റണേ റബ്ബെ. വഖർ ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.